ഹലോ ഗായ്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഷാൻ. അപ്പോൾ ഇന്നൊരു അടിപൊളി പുഴുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് കിടക്കാം. ആദ്യത്തെ സ്റ്റെപ്പായി നമ്മളെടുത്ത് ട്യൂബേഴ്സിൻ്റെ ഒക്കെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ കഴുകി വൃത്തിയാക്കി നമ്മളൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത് അത് നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് അതിലോട്ട് നമ്മളത് മുറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ അതാ ഞങ്ങളിവിടെ മുറിക്കൽ സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മൾ എല്ലാ ട്യൂബേഴ്സും ഇതേപോലെയാണ് കട്ട് ചെയ്യേണ്ടത്. വലിയ വലുപ്പം ഉണ്ടാവരുത്, എന്നാൽ ചെറുതും ആവരുത് എന്നുള്ളൊരു ഇതിലാണ് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ ഇതിൽ പച്ചക്കായ, ചേന, ചേമ്പ്, കാവൂത്ത് ഒക്കെ അറിയാത്ത കുറേ ട്യൂബേഴ്സൊക്കെ ഉണ്ട്. പക്ഷിക്കുന്ന ഞാൻ ഇതൊക്കെ മനസ്സിലാക്കിയെടുത്തത് ഞാൻ ഇത് മുറിക്കുമ്പോൾ വലിയമ്മനോട് ചോദിച്ചു ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ വലിയമ്മച്ചിക്ക് എല്ലാം പറഞ്ഞു തന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ എല്ലാം കട്ട് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയ വെസലിലോട്ട് ഇട്ട് കൊടുത്ത് അപ്പോൾ അത് വലിയമ്മച്ചി എണ്ണി പറഞ്ഞു തരുന്നുണ്ട് എന്തൊക്കെയാണെന്ന്. അപ്പോഴാണ് എനിക്കിത് എന്തൊക്കെയാണെന്ന് മനസ്സിലായത്. ആകെ ഇതിൽ ആ പച്ചക്കായിനെ മാത്രമേ അറിയുള്ളായിരുന്നു. അങ്ങനെ നമ്മൾ 5 ട്യൂബേഴ്സാണ് ഇപ്പോൾ ടോട്ടൽ നമ്മൾ ഇതിലോട്ട് യൂസ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഇനിയിത് കുക്കിംഗ് പ്രോസസ്സിലോട്ട് കിടക്കാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഇതാണ് ചേമ്പിൻ്റെ തണ്ട് കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ അതിലോട്ട് ഇടുന്നുണ്ട്. നല്ല വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ അത് എത്ര തണ്ടുണ്ട് നമുക്ക് അതിലോട്ട് ഇടാം. പക്ഷെ ഇത് മുഴുവൻ നമ്മൾ അതിലോട്ട് യൂസ് ചെയ്യില്ല. ഇതാണ് പച്ചക്കായിൻ്റെ തോട് കേട്ടോ. ഇവിടെ ഇപ്പം ഞങ്ങളിപ്പോൾ എടുത്ത 3 തോടാണ്. നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്രയും തോടെടുക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന വെസലിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം പറഞ്ഞു കൊടുക്കാം. നമ്മളിവിടെ അടുപ്പത്താണ് ഉണ്ടാക്കുന്നത്. ഗ്യാസിലുണ്ടാക്കണമെങ്കിൽ ഗ്യാസിലുണ്ടാക്കാം. പക്ഷെ അടുപ്പത്ത് ഉണ്ടാക്കിയതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ ഇനി അതൊന്ന് വേവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമ്മളത് ഗ്യാസിൽ വെച്ചു മൂടി വെച്ച് നമുക്കിനി വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതൊന്ന് തിളച്ച് വരുന്നവരെ ഞാൻ ഫോൺ എടുത്ത് തിളയ്ക്കുന്ന അവിടെ കൊണ്ടുവച്ച് ആ പുകയായി ക്യാമറ ഒന്നാകെ പുകയായിട്ട് ക്ലിയർ ഇല്ലാതായി. പിന്നെയും തിളച്ച് വലിമിച്ച് ഇളക്കുമ്പം പോയെടുത്തു. അങ്ങനെ നമ്മളിതൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് ഇതാക്കാൻ. അപ്പോൾ പിന്നെ അതത് നന്നായി ഒന്ന് തിളച്ച് അങ്ങനെ തിളഞ്ഞ് ഇപ്പോഴാണ് കുറച്ചും കൂടി ഒന്ന് തിളച്ചത്. ഇത് കണ്ടോ ഇങ്ങനെ വരണം. എനിക്ക് ഏത് ആംഗിളൊന്നും സമാധാനം കിട്ടില്ല. പിന്നെ നമ്മൾ അതിലോട്ട് ചെറുപയർ ഇട്ട് കൊടുക്കുക. ചെറുപയറും ഉപ്പും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുപയർ ആദ്യം വെള്ളത്തിലിട്ട് പിന്നെ അത് പുഴുങ്ങിയെടുത്തതാണ് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുത്തത്. ഞാനത് ഫോണിട്ടിട്ടാകുമ്പോഴത്തേക്ക് ക്യാമറമ്മ മുഴുവൻ നമ്മുടെ മറ്റേ പുകയാവും കേട്ടോ. അപ്പോൾ നമ്മൾ അതിലോട്ട് നമ്മുടെ ചെറുപയറും കൂടി ആഡ് ചെയ്ത് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ഇളക്കാൻ കയ്യിലും തപ്പി വലിയമ്മ പോയി. അപ്പോൾ നമ്മൾ ചെറുപയറും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി ആ ചെറുപയർ അതിലൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ അത് വലിയ നന്നായി ഇളക്കുന്നുണ്ട്. നമ്മളിലോട്ട് നമ്മുടെ ചേമ്പും താള് എന്നാണ് വലിയമ്മച്ചിക്ക് പറഞ്ഞത്. ചേമ്പും തണ്ട് ഇവിടെ നന്നായി ഒന്ന് മുറിച്ചെടുക്കുക. ഇത് കാണുമ്പോൾ സയൻസിൽ പഠിച്ചെന്തോ ഒരു സാധനത്തിൻ്റെ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ആ ചേമ്പും തണ്ട് മുഴുവൻ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ട. വലിയമ്മച്ചി എന്ത് സ്പീഡിലാണ് കട്ട് ചെയ്യുന്നു നോക്കൂ. എനിക്ക് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് നമ്മൾ ഇതും കൂടി പിന്നെ നമ്മുടെ പാത്രത്തിലോട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആ വെസലിലോട്ട് ഇട്ട് കൊടുത്തണം. ഇത് കുറച്ച് തോനുണ്ട്, അതുകൊണ്ട് ചെമ്പ് നിറഞ്ഞ് കുത്തി കയറ്റിയിട്ടൊക്കെ ഇട്ട് കൊടുത്തത്. ചേമ്പും തണ്ട് കുറച്ച് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് കഴിച്ചപ്പോൾ നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ അതിലോട്ട് നമ്മുടെ ചേമ്പും തണ്ടും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കണം. ആ ചേമ്പും തണ്ടും കൂടി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഇത് നന്നായി ഒന്ന് ഇളക്കാൻ വേണ്ടി പിന്നെ നമ്മൾ ഇതിലോട്ട് നമ്മുടെ അരപ്പ്, ഇത് തേങ്ങ അരച്ചതാണ്, അരപ്പാട്ടോ ഇത്. അപ്പോൾ നമ്മൾ പിന്നെ അതിലോട്ട് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ഇളക്കുമ്പോഴേക്കും അങ്ങോട്ട് പോകാൻ പേടിയാണ്. അപ്പോൾ ഇളക്കി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്താണ്. ഞാൻ പിന്നെ വലിയമ്മച്ചി ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ ഞാൻ ഉണ്ടാവുമല്ലോ. പിന്നെ ഇത് ഇളക്കുന്നുണ്ട് വലിയമ്മച്ചി. അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ അരച്ച് വെച്ച അരപ്പിട്ട് കൊടുക്കുക. ഇതിപ്പോൾ തേങ്ങ, മഞ്ഞൾപ്പൊടി, നമ്മൾ സാധാരണ നമ്മൾ മീൻകറിക്കൊക്കെ എങ്ങനെയാണ് അരക്കൽ ആ അരപ്പ് തന്നെ കേട്ടോ. ഇതും വെറൈറ്റി ഒന്നും ആഡ് ചെയ്തില്ല. അരപ്പും കൂടി ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് ഇളക്കാനൊരു മോഹം, ഞാൻ ഇളക്കാൻ തുടങ്ങി. മിക്സി ജാറ് ഒന്ന് കഴുകി പാർന്നു കൊടുത്തത്. ഞാൻ ഇളക്കിയിട്ട് പിന്നെ എവിടെയാവുന്നില്ല. അതേപോലെ മുകളിൽ നിന്നാലും നമ്മൾ ഒന്ന് ഇളക്കി നോക്കിയതാണ്. പിന്നെ വലിയമ്മ തന്നെ വരേണ്ടി വന്നു ഇളക്കാൻ വേണ്ടി. അപ്പം പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ പുഴുക്ക് റെഡിയായി. വെയിലത്തായതുകൊണ്ട് വലിയ ക്ലിയർ ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ നിന്നു. എനിക്ക് ചൂടായിരുന്നു. അപ്പം ഓനാ ചട്ടമുത്തിലൊക്കെ തിന്നാൻ, ഞാനാണെങ്കിൽ പിന്നെ കുറച്ചെടുത്ത് നല്ല ചൂടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ആ വെയിലത്ത് നിന്നിട്ട് അത് വലിയ ക്ലിയറിൽ കിട്ടില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നതാണ്. അടിപൊളി കേട്ടോ. അതുകൊണ്ടാണ് ഓനക്കും നല്ല ഇഷ്ടമായിന്. പിന്നെ നമ്മൾ ഇന്ന്
പുഴുക്കും കഞ്ഞിയായിരുന്നു ഉച്ചക്ക് കഴിക്കാൻ. അപ്പോൾ ഇതാ പുഴുക്ക്, പിന്നെ ഇതാ കുമ്പിള് കേട്ടോ, പപ്പടം, കുമ്പിള്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഇതാ ഈശാൻ തിന്നുന്ന. വല്യമ്മച്ചി അതാ വല്യമ്മച്ചിൻ്റെ പാത്രത്തിൽ അച്ചാറിട്ടില്ല, വല്യമ്മച്ചിൻ്റെ അച്ചാർ തിന്നു. അപ്പോൾ ഒരു അടിപൊളി പുഴുക്കും കഞ്ഞിയും അടിപൊളിയായിരുന്നു. കുമ്പിള് ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇട്ടിട്ടൊക്കെ കുമ്പിളിൽ കിട്ടുകയല്ല. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വേറെ വരുന്നവർ ഓക്കെ ബായ്. ഇനി ഒരു അടിപൊളി വീഡിയോ നാളെ കാണാം.